ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കാണുന്നത്. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ പാറ്റേൺ തയ്ക്കാനാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന ഒരു ലേസ് ഇഫക്റ്റ് ഫീലിംഗ് വരുന്ന ഒരു ഡിസൈനിങ് ആണ്. നമുക്കൊക്കെ അറിയാവുന്ന ബേസിക് സ്റ്റിച്ചസ് യൂസ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്തേക്കുന്ന ആണ്. രണ്ടുമൂന്ന് സ്റ്റിച്ച് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, പക്ഷെ ഒന്ന് കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ പാറ്റേൺ വരും. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. ഇതുപോലത്തെ ട്യൂട്ടോറിയൽ വീഡിയോസ് അല്ലെങ്കിൽ ഡിസ്പ്ലേ വീഡിയോസ് ഹാൻഡ് എംബ്രോയിഡറിയിൽ താല്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എല്ലാ വെനസ്ഡേസ് ആൻഡ് സാറ്റർഡേസും ആണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആ ഒരു ഫ്ലവർ പാറ്റേൺ കണ്ടു നോക്കാം. എങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫാസ്റ്റ് അടിച്ച് കാണാണ്ട് ഫുൾ വീഡിയോ ഇരുന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ഫിനിഷിങ് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്നൊക്കെയുള്ളത് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്നിട്ടും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് വഴി ആയാലും ചോദിക്കാവുന്നതാണ്. ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളൊരു കോട്ട മെറ്റീരിയലിലാണ് ഡിസൈൻ വരച്ചു വെച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇതൊരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. വീഡിയോയിൽ ഇത്തിരി വേറൊരു കളറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ശരിക്കും ഇതൊരു ലാവൻഡർ ഷെയ്ഡ് കോട്ട മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് ഞാൻ പ്യുവർ വൈറ്റ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്യാൻ പോകുന്നത്. 6 സ്ട്രാൻഡ്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ ഇതുപോലത്തെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ, ഒരു ഫ്ലവർ പാറ്റേൺ ആണ് വരച്ചിരിക്കുന്നത്. ഞാൻ പെൻസിൽ വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇതുപോലെ 6 സ്ട്രാൻഡ്സ് ത്രെഡ് എടുത്തിട്ട് ഈ പെറ്റലിൽ കൂടെ നമ്മൾ ലേസി ഡേസി ആണ് ആദ്യം തയ്ക്കുന്നത്. ആദ്യം ലേസി ഡേസി വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് തയ്ക്കണം. എല്ലാ പെറ്റൽസും ഡിസൈൻ വരയ്ക്കുമ്പോൾ തന്നെ എല്ലാം ഈക്വൽ ആയിട്ടുള്ള പെറ്റൽസ് വരയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ വർക്ക് ചെയ്ത് വരുമ്പോൾ ഒരു ഫിനിഷിങ് കിട്ടും. അപ്പോൾ അങ്ങനെ അത് ചെയ്യുക. ഇത് 6 സ്ട്രാൻഡ്സ് വെച്ചിട്ട് തയ്ച്ചാലാണ് ഈ ഒരു വർക്കിന് ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ 6 സ്ട്രാൻഡ്സ് വെച്ചിട്ട് ലേസി ഡേസി സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. ഇത് ബിഗിനേഴ്സാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിച്ചിനാണ് ലേസി ഡേസി സ്റ്റിച്ച് എന്ന് പറയുന്നത്. വെറുതെ നമ്മൾ ഒരു പോയിന്റിൽ നമ്മൾ കുത്തിയെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത് അല്ലെങ്കിൽ അതേ പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാം. ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ വീണ്ടും നമ്മൾ കുത്തി ടോപ്പിലോട്ട് എവിടെയാണ് പാറ്റേൺ വരച്ചിരിക്കുന്നത് അവിടം വരെ നമ്മൾ കുത്തിയെടുക്കുന്നു. ത്രെഡ് നീഡിൽ താഴത്തേക്കൂടെ എടുക്കുന്നു. ഇങ്ങനെയാണ് ലേസി ഡേസി ഡിസൈൻ ചെയ്യുന്നത്. ഞാനിത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാട്ടോ പറഞ്ഞു തരുന്നത്, എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ്. ഇങ്ങനെ എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് മേളിൽ തൊട്ടടുത്ത് തന്നെ നമ്മൾ താത്തുന്നു. ഒത്തിരി നീട്ടത്തിൽ വേണമെങ്കിൽ നീട്ടത്തിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു പാറ്റേൺ ഞാനിപ്പോൾ തയ്ക്കുന്ന പാറ്റേണിൽ നീളത്തിൽ വേണ്ട. അതുകൊണ്ടാണ് തൊട്ടടുത്ത് തന്നെ ചെയ്യുന്നത്. ഇനി നീളത്തിൽ വെച്ചാൽ വേറൊരു പെറ്റലാക്കി മാറ്റാം, ഫ്ലവർ പാറ്റേൺ ആക്കി മാറ്റാവുന്നതാണ്. അത് നമ്മുടെ ഡിസൈനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ ഫുൾ പെറ്റലും ലേസി ഡേസി വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ എല്ലാ പെറ്റൽസും ലേസി ഡേസി വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സൈഡിൽ നിന്ന് ഈ ഒരു പോയിന്റിൽ നമ്മൾ എടുക്കുകയാണ്. ഈ ഒരു പോയിന്റിൽ നിന്ന് വീണ്ടും നമ്മൾ കുത്തിയെടുക്കുകയാണ്. സൈഡിൽ തന്നെ ഞാൻ കുറച്ചും കൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ കുത്തിയെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ടിപ്പിൽ മാത്രമാണ്, മേലിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു നടുക്ക് പോർഷൻ എത്തിയപ്പോൾ ഞാൻ തുണിയായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് എടുക്കണമെന്ന് വെച്ചാൽ അത് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ലേസി ഡേസി സ്റ്റിച്ച് ചെയ്തത് അവിടെ ഉള്ളതുകൊണ്ട് അവിടെ നമ്മൾ കുത്തിയെടുക്കണം. അല്ല എല്ലായിടത്തും കുത്തിയെടുക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാം. ഒരു 4 വട്ടം വല്ലതും ചെയ്തേച്ചാൽ മതി. 4 വട്ടം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്നിട്ട് ഉറപ്പിക്കുക. ഇതുപോലെ തന്നെ ഇവിടെയും നമ്മളിതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. തുണിയായിട്ട് അറ്റാച്ച് ചെയ്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്ത് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ അല്ലാണ്ടും ചെയ്യാവുന്നതാണ്. ഒരു 4 വട്ടം ചെയ്താൽ മതി, അതിൽ കൂടുതൽ ചെയ്യണ്ട. ഒത്തിരി തിക്കായിപ്പോൾ 4ഓ 5ഓ അത് പെറ്റലിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് വേരി ചെയ്യാവുന്നതാണ്. ഇവിടെ അതുപോലെ തന്നെ ചെയ്യുക. അങ്ങനെ എല്ലാ പെറ്റൽസിൻ്റെയും ടിപ്പിൽ നമ്മൾ ഇതുപോലെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കുകയാണ്.
ഇപ്പം നമ്മൾ എല്ലാ പെറ്റലിൻ്റെയും മേളിൽ കൂടെ ടോപ്പിൽ കൂടെ ഇതുപോലെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ച്ചിട്ടുണ്ട്. തുണിയായിട്ട് എടുത്തിട്ടാട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് ഇതെല്ലാ പെറ്റലും നമ്മളൊന്ന് അറ്റാച്ച് ചെയ്യുകയാണ്. ഇതിപ്പം സിംഗിൾ പെറ്റലായിട്ടല്ലേ നമ്മളിരിക്കുന്നത്, അതൊന്ന് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ഈ സെയിം ത്രെഡ് യൂസ് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്, വേറെ കളറല്ല. ഒരു ലേസ് ഇഫക്റ്റ് കിട്ടും നമുക്കിതിങ്ങനെ അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോൾ. ഇങ്ങനെയാണ് നമ്മൾ ഈ ഇപ്പുറത്തെ പെറ്റലിൻ്റെ ഒരു സൈഡും ഈ ഒരു സൈഡും കൂടെ ജോയിൻ ചെയ്യുകയാണ്. അങ്ങനെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് വെറുതെ ഒന്ന് കുത്തിപ്പൊക്കുന്നു താത്തുന്നു, അങ്ങനെ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച്. ആ ഒരു ലെവലിൽ തന്നെ ബാക്കി എല്ലായിടത്തും ചെയ്യണം എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഇതുപോലെയാണ് ഒരു ഫ്ലവർ പാറ്റേൺ വരുന്നത്. നടുക്കൊരു ബീഡോ അല്ലെങ്കിൽ വേറെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് അല്ലെങ്കിൽ ബൂളിയൻ നോട്ടോ വെള്ളം നടുക്ക് ചെയ്യുവാണെങ്കിൽ, ബൂളിയൻ നോട്ടല്ല ഫ്രഞ്ച് നോട്ടൊക്കെ ചെയ്ത് നടുക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലത്തെ ഫ്ലവേഴ്സ് അടുപ്പിച്ച് കുറച്ച് അധികം ചെയ്യുവാണെങ്കിൽ നല്ല കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷൻ, ഇപ്പോൾ ബ്ലാക്ക് മെറ്റീരിയലൊക്കെ എടുക്കുവാണെങ്കിൽ മൾട്ടിപ്പിൾ കളേഴ്സ് വെച്ചിട്ട് ഫുൾ ടോപ്പിൽ അല്ലെങ്കിൽ ദുപ്പട്ടയിൽ ബെഡ്ഷീറ്റിലൊക്കെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് സ്കാറ്റർ ചെയ്ത് നിറച്ചും ചെയ്യുവാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാറ്റേൺ ആയിട്ട് നമുക്കെടുക്കാം. വളരെ സിമ്പിളാണ്, അധികം സമയം എടുക്കത്തില്ല. നൂല് കുറച്ചെടുക്കും 6 strands യൂസ് ചെയ്യുന്നതുകൊണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഒരു സാരിയോ ചുരിദാറോ ബെഡ്ഷീറ്റോ ദുപ്പട്ടയോ എന്തും ആയിക്കോട്ടെ നമുക്ക് പെട്ടെന്ന് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. മൾട്ടിപ്പിൾ കളേഴ്സ് ഇട്ട് തയ്ച്ചാലാണ് കൂടുതൽ ഭംഗി. ഞാനിപ്പം ലാവൻഡറിൽ ഫുൾ വൈറ്റ് ത്രെഡ് യൂസ് ചെയ്തിട്ട് വൈറ്റ് ബീഡും നടുക്ക് വെക്കാമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ വെച്ച് കാണിച്ചു തരാം ബീഡ് വെച്ച് ഇരുന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പം അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ സിമ്പിളായിട്ട് വെച്ചാലും ഭംഗി തന്നെയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.